ഹായ് ഹലോ എൻജോയ്സ് ആണ്. അപ്പൊ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഭയങ്കര സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്റെ യൂട്യൂബിന്റെ പേയ്മെന്റ് എനിക്ക് വന്നു. ഏകദേശം ഒരു 2021 ഞാൻ എപ്പോഴും പറയുന്നതാണ്, 2021 ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ചാനൽ കട്ടായിപ്പോയി, മോണിറ്റൈസേഷൻ കട്ടായിപ്പോയി. അതിനുശേഷം 2025 ഞാനൊരു ജനുവരിയോട് കൂടിയാണ് ഞാൻ ചാനൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ജനുവരിയോട് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം കുറച്ചിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞ ശേഷം വ്യൂസ് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. പിന്നെ അങ്ങനെ ടുഗദർ ചെയ്തു, ലൈവുകൾ ചെയ്തു. അങ്ങനെ പതുക്കെയാണ് കേട്ടോ ഞാൻ ചാനൽ വളർത്തിക്കൊണ്ട് വന്നതല്ല, നിങ്ങൾ വളർത്തി തന്നതാണ്. അപ്പൊ അങ്ങനെ ഞാന് മോൻ ഇച്ചിരി സൗണ്ടാണ് കേട്ടോ, അപ്പൊ എല്ലാം ക്ഷമിക്കുക. അപ്പൊ വന്നു. ഒരിക്കൽ പോലും ഞാൻ ഇതിനകത്തുനിന്നൊരു വരുമാനം ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത് ചാനൽ മോണിയാക്കി എടുക്കാൻ പറ്റുമെന്നോ ഞാൻ ഒരിക്കലും വിചാരിച്ചൊരു വ്യക്തിയല്ല. പക്ഷേ ദൈവത്തിന്റെ കൃപ കൊണ്ടും എന്റെ കൂടപ്പിറപ്പുകളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടും എന്റെ വീഡിയോ കാണുന്നതുകൊണ്ടും ലൈക്ക് അടിക്കുന്നതുകൊണ്ടും കമന്റ് ചെയ്യുന്നതുകൊണ്ടും സൂപ്പർ ചാറ്റ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ എന്റെ ചാനൽ മോണിയാക്കി. ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്ക് ഈ മാസം യൂട്യൂബിന്റെ ആദ്യ വരുമാനം വന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ കൂടപ്പിറപ്പുകളോട്, എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്തവരോട്, എന്റെ ലൈവ് കാണുന്നവരോട്, കമന്റ് ഇടുന്നവരോട്, എല്ലാവരോടും എനിക്ക് എന്നെ തീർത്താ നന്ദിയുണ്ട്. അതുപോലെ തന്നെ എന്റെ ചാനല് ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അത് വിഷമായിത്തീരും. അതുകൊണ്ട് ഞാൻ ആടെ പേര് പറയുന്നില്ല, എല്ലാവരുടെയും പേര് എന്റെ മനസ്സിലുണ്ട്. ഇത് കണ്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് അത് എന്നെ വിളിക്കുന്ന ആളുകൾക്കറിയാം കേട്ടോ. എന്നെ വിളിക്കുന്ന, എന്നോട് സംസാരിക്കുന്ന എന്റെ കൂടപ്പിറപ്പുകൾക്കറിയാം. വല്ലാത്തൊരു എന്താ പറയുന്നത് കടബാധ്യതയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പലരും എല്ലാവരോടും, ഒട്ടുമിക്ക ആൾക്കാരോടും, എനിക്ക് പരിചയമുള്ള എല്ലാവരോടും ഞാൻ 50, 100, 200 അങ്ങനെയായിട്ട് ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോ ചില സമയത്ത് ഞാൻ വിളിച്ചാൽ അവര് എടുക്കാറില്ല. ഇനി ഞാൻ കടം ചോദിക്കാനാണെന്ന് വെച്ചാൽ എടുക്കാറില്ല. ചില സമയത്ത് അവരെന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എപ്പോ ചോദിച്ചാലും എനിക്ക് തരുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോ അത്രയും വലിയ കടബാധ്യതയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് വീട് പണി നടക്കുന്നു, ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത, എന്നെ സഹായിച്ച, എനിക്ക് ഒരു 10 രൂപയാണെങ്കിൽ പോലും എനിക്ക് തന്ന എന്റെ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നുണ്ട്. കാരണം കുറച്ചാളുകളുടെ എനിക്ക് കിട്ടിയ ഈ വരുമാനം കൊണ്ട് എനിക്ക് കുറച്ചാളുകളുടെ കടം മാത്രമേ വീടാൻ പറ്റത്തുള്ളൂ. കുറച്ചാളുകളുടെ കടം എനിക്ക് വീടാൻ പറ്റത്തില്ല. അതിലപ്പുറത്തേക്കാണ് എന്റെ അപ്പോ എല്ലാവരുടെയും കടങ്ങളും മറ്റൊന്നും എനിക്ക് വീടാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. വലിയ ബാധ്യതകളാണ്. ഫോണിന്റെ EMI അങ്ങനെ എല്ലാം ബൗൺസിങ് ആണ്. അപ്പൊ അങ്ങനത്തെ കുറെ കടങ്ങൾ, ചെറിയ കടങ്ങൾ വീട്ടിൽ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ അനിയത്തിയുണ്ട്. അവളോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും അവളെ ഞാൻ മറക്കത്തില്ല. അതുപോലെ തന്നെ എന്റെ ഭർത്താവ്, അതെന്റെ മക്കള്, എന്റെ കൂട്ടുകാര്, കൂടെ നിൽക്കുന്ന യൂട്യൂബിലെ കുറെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തരുന്ന എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ എന്റെ ചാനൽ നോക്കി നടത്തുന്ന കുറുമ്പീസ് വേൾഡ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. എന്റെ ചാനല് ഇത്രത്തോളം പെട്ടെന്ന് മോണിറ്റൈസേഷൻ ചെയ്ത് തന്നതിന്, അതുപോലെ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും, എനിക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് അന്നേരം എനിക്ക് പറഞ്ഞു തരുന്ന കുറുമ്പീസ് വേൾഡ് ചാനലിലെ ചേച്ചിക്കും ചേട്ടനും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ യൂട്യൂബിലെ എല്ലാ ഫ്രണ്ട്സിനോടും നന്ദി. ഞാനിത് വാങ്ങിക്കാൻ കാരണക്കാരായ, അതായത് ഞാൻ ഈ വരുമാനം വാങ്ങിക്കാൻ കാരണക്കാരായ എന്റെ കൂടപ്പിറപ്പുകളോട്, എന്നെ ചേർത്ത് നിർത്തിയവരോട്, എന്നെ വെറുത്തവരോട്, അകറ്റി നിർത്തിയവരോട്, എന്നെ കുറ്റപ്പെടുത്തി, എന്നെ കളിയാക്കിയവരോട്, 24 മണിക്കൂർ ഇവള് ഫോണിലാണ്, ഇവൾ എന്തോ കാണിക്കുന്നത്, ഒരു മുഷ്ണനായിട്ട് നിനക്ക് വൃത്തിക്ക് നടന്നുകൂടെ, ഒരുങ്ങി നടന്നുകൂടെ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്നും ഒരുങ്ങി അതിന് മാത്രം എന്നിലൊന്നുമില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണോ ആ രീതിയിലാണ് ഞാൻ. ചിലപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക്, ചിലപ്പോൾ ഒരു പൊട്ട്, അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് എന്റെ ലൈവുകൾ വരുന്ന, എന്റെ സൂപ്പർ ചാറ്റ് ചെയ്തിരുന്ന എന്റെ എല്ലാ കൂടപ്പിറപ്പുകളോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്റെ ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ നന്ദി എന്റെ ദൈവത്തോടാണ്. അപ്പോൾ 2 വരി ഞാൻ പാടാം. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. നന്ദി നന്ദി നന്ദി
ഞാനായതിൻ ആരംഭം നീയേ. എത്ര ആയത് എന്റെ ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ക്ഷമിക്കാം. താങ്ക് യു സോ മച്ച്.